ഹായ് എവ്രിവൺ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഡെൻ്റൽ ഇംപ്ലാന്റുകളെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ഇംപ്ലാന്റ് അല്ലെങ്കിൽ എന്താണ് ബേസിക്കലി ഇംപ്ലാന്റ്സ്, ഇതുപോലെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് നമ്മളോട് ചിലർ കോൺടാക്ട് ചെയ്ത NRI ആയിട്ടുള്ള പലരും കോൺടാക്ട് ചെയ്തിട്ടുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ, ഒറ്റ ദിവസം കൊണ്ട് ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ ആ അവധി തീരുന്നതിന് മുമ്പ് തിരിച്ചു പോകാൻ സാധിക്കുമോ, ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ വരികയുണ്ടായി. അപ്പം ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്, അതെല്ലാവർക്കും തന്നെ അറിയാം. നമ്മൾ എല്ലിനകത്ത് സ്ക്രൂ പോലെയുള്ള ഇംപ്ലാന്റ് ഇട്ട് അതിന് മുകളിലോട്ടായിട്ട് നമ്മുടെ വെപ്പ് പല്ലായിട്ടുള്ള ക്യാപ്പ് വെക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഡെൻ്റൽ ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റ്. ഇത് നമുക്ക് ഇമ്മീഡിയറ്റ് ഇംപ്ലാന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പല്ലെടുത്ത് അതേ മൊമെൻറ്റിൽ തന്നെ നമ്മൾ ഇംപ്ലാന്റ് ഇടുന്ന, അതുപോലെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന കേസുകളുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മളൊരു 2 അല്ലെങ്കിൽ മിനിമം ഒരു 3 മന്ത്സ് ബോൺ ഹീലിംഗ് കഴിഞ്ഞ് ഓരോരോ സ്റ്റെപ്പുകൾ ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുമ്പോഴും NRI പോലെയുള്ള ക്ലയൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുമ്പോൾ 1 മന്തിനുള്ളിലൊക്കെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ നാട്ടിൽ സെറ്റിലായിട്ടുള്ളവരും അല്ലെങ്കിൽ ഇതുപോലെ അപ്പോയിൻമെൻറ്റ് അത്ര പ്രശ്നമില്ലാത്തവരും അത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. കാരണം ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നതിന് പലപ്പോഴും റിജക്ഷൻ അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് സാധ്യത കൂടുതലാണ്. നമുക്ക് കൃത്യമായിട്ടൊരു ഫോളോ അപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഹീലിംഗ്, ബോഡി എങ്ങനെ അത് ടേക്ക് ചെയ്യുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കൊരു ഫോളോ അപ്പിലൂടെ നിരീക്ഷിക്കാനോ അതിന് വേണ്ട കറക്ഷൻസ് ചെയ്യാനോ ഒന്നും പെട്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് സാധിക്കത്തില്ല. ഇനി നോർമൽ ആയിട്ടുള്ളൊരു ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മൾ നാട്ടിലുള്ള പേഷ്യൻ്റ് ആണെന്ന് കരുതുക, അവർ പല്ലെടുത്തു. അപ്പോൾ അവർ 100% ഉറപ്പിച്ചിരിക്കുകയാണ് അവർക്ക് ഇംപ്ലാന്റ് ഇടണം, അവർക്ക് വേറെ ഒന്നിനെ പറ്റിയും വേറെ ഒരു പോലും വേണ്ട. അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പല്ലെടുക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ നമുക്ക് ഇംപ്ലാന്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. കാരണം പല്ലെടുത്ത് കഴിയുമ്പോൾ വേരിരുന്ന ആ ഒരു പൊസിഷൻ, ഒരു ഹോള് പോലെ ഓൾറെഡി അവിടെ ഉണ്ടാവും. ആ ഹോളിലോട്ട് നമുക്ക് ഇംപ്ലാന്റ് ഇൻസേർട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. മാത്രമല്ല, ഈ മുറിവുണങ്ങുന്ന സമയം, പല്ലെടുത്ത മുറിവുണങ്ങുന്ന ആ ഒരു ഹീലിംഗ് പ്രോസസ്സിനോടൊപ്പം തന്നെ ഇംപ്ലാന്റ് ബോഡിയുടെ പാർട്ടിനോട് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇംപ്ലാന്റ് റിജക്ഷൻ കുറയും. പക്ഷേ എല്ലാ കേസിലും നമ്മൾ പറയത്തില്ല, ചില കേസിൽ നമ്മൾ പറയും ഒരാഴ്ച മുറിവ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇംപ്ലാന്റ് ഇടാം എന്ന് പറയുന്ന വളരെ റെയറായിട്ടുള്ള ചില കേസുകളും ഉണ്ട്. പക്ഷെ നോർമലി നമുക്കിങ്ങനെ ഇടാൻ പറ്റും. കുറേ കേസസിൽ നമ്മൾ പല്ലെടുക്കുന്ന അന്ന് തന്നെ നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഇത് യൂഷ്വലി ഇടാത്തത് എപ്പോഴാണെന്ന് വെച്ചാൽ, പലപ്പോഴും പേഷ്യൻ്റ് ഒരു കൺഫ്യൂഷനിലായിരിക്കും, ഇംപ്ലാന്റ് ഇടണോ ഇംപ്ലാന്റ് ഇടണ്ടയോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പറയും, ഓക്കെ നിങ്ങൾ ഇതിന് മുറിവ് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ വിടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടില്ലെങ്കിൽ ഇംപ്ലാന്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിൽ ചെയ്ത് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നോർമലി ഉള്ള ഒരു ബോണിനെ ഹോൾ ചെയ്ത് അവിടെ നമ്മളൊരു ഡ്രിൽ ചെയ്ത് ഹോൾ ഉണ്ടാക്കിയാലേ നമുക്ക് ഇംപ്ലാന്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇംപ്ലാന്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്ലാന്റ് നമ്മുടെ ബോഡിയിലോട്ട് ഇട്ടു. ഇത് ഒരു ഫോറിൻ മെറ്റീരിയലാണ് അല്ലേ. ഏതൊരു വസ്തുവും ഫോറിൻ ആയിരിക്കുമ്പോൾ നമ്മുടെ ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്യുമോ റിജക്റ്റ് ചെയ്യുമോ എന്നൊന്നും നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. അതൊരു ഫോറിൻ ബോഡിയാണ്. ചില കേസസിൽ ബോഡി അത് റിജക്റ്റ് ചെയ്യാം, ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. അപ്പം അത് നമ്മളൊന്ന് നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഒരു 2.5 മിനിമം ഒരു 3 മന്ത്സ് നമ്മളെ പേഷ്യൻസിനോട് ആ ഒരു ഹീലിംഗ് ടൈം കൊടുക്കും. നമ്മൾ ആ ഒരു ടൈം വരെ ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ള പീരിയഡ്സ് ആണത്. അപ്പോൾ ചില ആളുകളുടെ എല്ലിന് കട്ടി കുറവാണെങ്കിൽ ഈ ഇംപ്ലാന്റ് ഇടുന്ന സമയത്ത് നമ്മൾ ബോൺ ഗ്രാഫ്റ്റ് പോലെ ഉള്ളതും കൂടെ ചെയ്ത് വിടും. അപ്പോൾ നമുക്ക് ഈ ഒരു 3 മാസത്തിനുള്ളിൽ ആ ബോണിൻ്റെ ആ ഒരു ഗ്രോത്തും അതുപോലെ ഈ ഇംപ്ലാന്റ് ടേക്ക് ചെയ്യുന്നതും എല്ലാം ഒരുമിച്ച് അങ്ങ് നടക്കും. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റും. ഒരു 3 മന്ത്സ് കഴിയുമ്പോൾ നമ്മൾ അബട്ട്മെൻറ്റ് പിടിപ്പിക്കാനും ഇനി ക്യാപ്പ് ഇടുന്ന ആ പ്രൊസീജിയറിൻ്റെ ഓരോരോ സ്റ്റെപ്പുകളിലോട്ടാണ് പോകുന്നത്. അബട്ട്മെൻറ്റ് പിടിപ്പിക്കൽ, അതുപോലെ തന്നെ നമ്മൾ ലാബുകളിൽ നിന്ന് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ടെക്നീഷ്യൻസ് എത്തി നമ്മളത് ഡിജിറ്റൽ സ്കാനിങ്. ഇനി ഡിജിറ്റൽ സ്കാനിങ് അവൈലബിൾ അല്ലാത്ത ക്ലിനിക്കുകളാണെങ്കിൽ നമ്മുടെ സാധാരണ പോലെയുള്ള ആൾജിനേറ്റ് ഇംപ്രഷൻസ്, അളവെടുക്കലുകൾ ചെയ്യുന്നു. ഈ അളവെടുത്ത് ലാബിൽ വിടുന്നു. ലാബിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ പല്ലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് ക്യാപ്പ് വെക്കത്തില്ല. ഇപ്പോൾ ഫ്രണ്ടിലത്തെ ഇത്രയും പല്ലില്ല, അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ 2-3 ട്രയലുകൾ ഇടേണ്ട വരും. ഈ വെപ്പ് പല്ല് തന്നെ നമ്മൾ മെറ്റൽ ട്രയലുകളായിട്ട് 2-3 വട്ടം നമ്മൾ വെക്കും. അവരുടെ മുഖത്തിന് ഏറ്റവും ഉചിതമാകുന്ന രീതിയിലുള്ള ആ ഒരു എന്താ പറയുക ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ട്രയലുകൾ ഒരു 2-3 അപ്പോയിൻമെൻറ്റ് നിങ്ങൾ പോകേണ്ടതായിട്ട് വരും. ഈ ട്രയലുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ ഫൈനലായിട്ടുള്ള നിങ്ങളുടെ പല്ല് അവിടെ വെക്കും. ഇപ്പോൾ ഒരു പല്ലൊക്കെ ഇടുമ്പോൾ അധികം ട്രയൽ വേണ്ടി വരത്തില്ല. ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ യൂണിറ്റിനാണ് യൂഷ്വലി നമ്മൾ ട്രയൽസ് ഒരുപാട് ചെയ്യുന്നത്. ഇപ്പോൾ സിംഗിൾ ടൂത്ത് റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ട്രയലിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. നിങ്ങൾക്കൊരു 3 മന്ത്സ് കഴിയുമ്പോൾ അഡ്വർട്ട്മെൻ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് അളവെടുത്ത്
നിങ്ങൾക്ക് ക്യാപ്പ് ഇടാം, സിമ്പിളായിട്ട് തീരും. ഇത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഫ്രണ്ടിലത്തെ ചിലർക്ക് ഇങ്ങനെ 6 പല്ലുകളില്ലാത്ത കേസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കേസ് ഞാൻ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചേർത്ത് കാണിച്ചു തരാം. പേഷ്യൻറ്റിൽ ചെയ്ത ഇംപ്ലാന്റിൻ്റെ ആ ഒരു സ്കാനിങ് പ്രൊസീജിയറും എക്സ്റേസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് സൈഡിൽ കാണിക്കുന്നത് ആ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ആ ഒരു ഫിനിഷിങ് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. പിന്നെ ക്യാപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ക്യാപ്പുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്രണ്ടിലത്തെ പല്ലുകളൊക്കെ ആണെങ്കിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ക്യാപ്പുകൾ എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വേറൊന്നുമല്ല, ഇംപ്ലാന്റ് ഒരു കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റാണ്. ഇത്രയും നിങ്ങൾ അതിനുവേണ്ടി പൈസ ചിലവിടുമ്പോൾ വരുന്ന വർക്കും അത്രത്തോളം നിങ്ങൾക്കൊരു സന്തോഷം നൽകണമെങ്കിൽ ആ ക്യാപ്പിൻ്റെ ക്വാളിറ്റി കൂടി നല്ലതായിരിക്കണം. ഇപ്പോൾ PFM എന്ന് വെച്ചാൽ മെറ്റൽ സെറാമിക് നിങ്ങൾക്കറിയാലോ, അങ്ങനെയുള്ള ക്യാപ്പൊക്കെ വലിയ വില വരത്തില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കാണാൻ അതത്ര സുഖം ഉണ്ടാകത്തില്ല. അതായത് ഒരു ഒപ്പേസിറ്റി കൂടുതലായിരിക്കും, ഒരു നമ്മുടെ നാച്ചുറൽ ടൂത്തിൻ്റെ ഒരു ഷെയ്ഡ് അതിന് വരത്തില്ല. വെപ്പുവല്ല എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ളത് മാക്സിമം എടുക്കാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾക്ക് അഫോർഡബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ സെർക്കോൺ പോലെ, സിർക്കോണിയ അല്ല സെർക്കോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഡെൻസ്പ്ലൈ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയൊക്കെ നല്ല നല്ല ക്യാപ്പുകൾ വരുന്നുണ്ട്. അപ്പം അത് കുറച്ചുകൂടി നാച്ചുറൽ ടൂത്തിൻ്റെ ഫിനിഷിങ്ങും കളർ ടെക്സ്ചറും ആ ഒരു ട്രാൻസ്ലൂസൻസി ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വെപ്പുവലിനാണോ അതല്ലാത്ത പല്ലാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഇത് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ആ ഒരു സംഭവം കിട്ടണമെങ്കിൽ നല്ല ക്യാപ്പ് വെക്കണം. അപ്പോൾ അത് വലിയ വ്യത്യാസം കാണത്തില്ല, 10,000-2000 രൂപയുടെ വ്യത്യാസമേ പെർ ക്യാപ്പുകൾക്ക് വരുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്യാപ്പുകളൂടി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടും. ഇപ്പോൾ പുറകിലത്തെ പല്ലൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ ഇത്രയും കൂടിയ ക്യാപ്പുകളിലോട്ട് പോകണമെന്നില്ല. മെറ്റലോ അല്ലെങ്കിൽ മെറ്റൽ സെറാമിക്കോ ഒക്കെ നിങ്ങൾക്ക് ഇടാൻ പ്രശ്നമില്ല. ഫ്രണ്ടിലത്തെ ഏറ്റവും ഫ്രണ്ടിലത്തെ ഒന്നിൽ കൂടുതൽ പല്ലുകളൊക്കെ ഉള്ളപ്പോൾ സ്മൈൽ കറക്ഷൻസ് ചെയ്യുന്നവരുണ്ടാവും, ഫ്രണ്ടിലെ ഫുൾ പല്ലുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പ്രീമിയം ക്യാപ്പുകൾ കൂടി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക, നല്ല റിസൾട്ട് നൽകും കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ലാബിൽ നിന്ന് വർക്ക് വന്നു കഴിയുമ്പോൾ നമ്മളത് സ്ക്രൂ ചെയ്ത് ടൈറ്റൻ ചെയ്തിട്ട് 2 രീതിയിലായിരിക്കും യൂഷ്വലി നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്രൂ റീറ്റൈൻഡ് ആയിട്ടും വരും, സിമെൻറ്റ് റീറ്റൈൻഡ് ആയിട്ടും വരും. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് കേസ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഡോക്ടേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത ക്യാപ്പ് അനുസരിച്ചൊക്കെ നമ്മൾ പറയും. അത് ഏതെടുത്താലും പ്രശ്നമില്ല, അതൊക്കെ ഡോക്ടറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ അതിലേത് ചെയ്തെന്ന് പറഞ്ഞാലും അത് ഫിക്സിംഗ് ഒക്കെ ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ തെരെ ഇത് ഊരി വരുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നും യൂഷ്വലി സംഭവിക്കാറില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒന്നാണ് ഇംപ്ലാന്റ്. പിന്നെ ഇംപ്ലാന്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പ്രായമായ ആളുകളാണല്ലോ കൂടുതൽ വെപ്പോല് വെക്കാൻ വരുന്നത്. അപ്പോൾ അവരിൽ എല്ലാവർക്കും ഒന്നും ഇംപ്ലാന്റ് ആപ്റ്റ് ആവത്തില്ല, അതാണൊരു പ്രശ്നം. എല്ല് നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പം അതുപോലെ വേറെ മെഡിക്കൽ ഹിസ്റ്ററി അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇംപ്ലാന്റ് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ യങ് ആയിട്ടുള്ള ഇപ്പോൾ സിംഗിൾ ടൂത്ത് റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ വീണ് അങ്ങനെ നഷ്ടപ്പെടുന്നതുകൊണ്ടുണ്ടാവും, കേടുമൂല എടുത്ത പല്ലുകൾ ചെറുപ്രായത്തിൽ, ഇങ്ങനെയുള്ളവർക്കൊക്കെ സിമ്പിളി നിങ്ങൾ ബ്രിഡ്ജോ അല്ലെങ്കിൽ അല്ലാത്ത ആർട്ടിഫിഷ്യൽ ടൂത്തിൻ്റെ പുറകെ പോകുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഇംപ്ലാന്റ് തന്നെയാണ്. ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കൂടുതലാണ്, അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു വർക്ക്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇംപ്ലാന്റിനെ പറ്റി ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, ഇനിയും കുറേ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻസിലൂടെ അറിയിക്കുക. അതനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.